എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയോട് കൂടിയിട്ടാണ് ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കിയിട്ട് ഒരു വ്യോമാക്രമണം അഥവാ ഒരു എയർ അറ്റാക്ക് നടത്തുന്നത്. ഈ എയർ അറ്റാക്കിൽ ഉണ്ടായിരുന്നത് 170ഓളം വരുന്ന കില്ലർ ഡ്രോണുകൾ, 30 ക്രൂയിസ് മിസൈൽസ്, 120 ബാലിസ്റ്റിക് മിസൈൽസ്, അതായത് ഏകദേശം 320ഓളം വരുന്ന പ്രൊജക്ടൈൽസ് ആണ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. നമ്മളിവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ആ ഒരു വ്യോമ ദൂരമുണ്ടല്ലോ, ആകാശത്തുകൂടെയുള്ള ദൂരമുണ്ടല്ലോ, അത് തന്നെ ഏകദേശം 2000 കിലോമീറ്ററുകൾക്ക് മുകളിലാണ്. അതായത് ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചായിരുന്നു ഈ ഒരു സംഭവങ്ങളൊക്കെ ഇവിടെ ഇസ്രായേലിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇസ്രായേലിൻ്റെ ഡിഫൻസ് സിസ്റ്റം അത്രത്തോളം മികച്ചതായതുകൊണ്ടും അതോടൊപ്പം അമേരിക്കയും UK-യും അയൽരാജ്യമായിട്ടുള്ള ജോർദൻ്റെയും ഒക്കെ തന്നെ എയർ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് തന്നെ ഇത്ര 320ഓളം വരുന്ന കാര്യങ്ങൾ ഇങ്ങോട്ട് വന്നല്ലോ, ഡ്രോണുകളും മിസൈലുകളൊക്കെ ആയിട്ട്. ഇതിൽ 1-2% മാത്രമേ ഇസ്രായേലിൽ നിലം പതിച്ചിട്ടുള്ളൂ. ബാക്കി 98-99% വരുന്ന പ്രൊജക്ടൈൽസിനെ ഈ ഒരു ഡിഫൻസ് ഫോഴ്സിൻ്റെ സഖ്യം, അതായത് നമ്മുടെ ഇസ്രായേലിൻ്റെ തന്നെ മെക്കാനിസം ഉണ്ട്, അതുപോലെ തന്നെ US-ൻ്റെയും UK-യുടെയും ജോർദൻ്റെയും ഒക്കെ സപ്പോർട്ടോടെ എല്ലാത്തിനെയും നിലംപരിശാക്കിയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ട് ലോകവ്യാപകമായിട്ട് പലതരത്തിലുള്ള ചർച്ചകളായിരുന്നു രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് പേരുടെ ആശങ്ക എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമോ, ഇസ്രായേൽ തിരിച്ചടിക്കുമോ, ഇത് വലിയ യുദ്ധമായിട്ട് മാറുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അമേരിക്ക വളരെ ദൃഢമായിട്ടുള്ള സപ്പോർട്ട്, പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്നു. റഷ്യ ഇടപെടുന്നു. അമേരിക്ക ഇറാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ റഷ്യ അമേരിക്ക ആക്രമിക്കൂ എന്നൊക്കെയുള്ള, അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള രാജ്യങ്ങളൊക്കെ ഇടപെടുന്ന ഒരു സംഭവമായിട്ട് ഇത് മാറുകയാണ്. അപ്പോൾ ഇത് 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകും എന്നുള്ളതായിരുന്നു പലരുടെ ആശങ്ക. മറ്റു ചിലരുടെ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇസ്രായേൽ തിരിച്ചടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറാൻ്റെ അവസ്ഥ എന്താവും. ഇറാൻ ഗാസയിൽ നമുക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ അറിയാം. ഗാസ നാമാവശേഷമായി ഒരുപാട് നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ പോലും അവിടെ ഒരുപാട് പേര് മരണപ്പെട്ട് വീണു എന്നുള്ളതൊക്കെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ ആയിത്തീരുമോ ഇറാൻ്റെ ഭാവി എന്നുള്ളതായിരുന്നു. അതോടൊപ്പം വ്യാപകമായിട്ട് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഒരുപാട് ന്യൂസൊക്കെ ലൈവ് സ്ട്രീം ചെയ്യുമ്പോഴാണെങ്കിൽ കൂടിയിട്ട് ലോകം എമ്പാടുമെന്നല്ല, ഇന്ത്യയിലും നമ്മുടെ മലയാളികളും അടക്കം ഒരുപാട് പേര് സന്തോഷിക്കുകയാണ്. കാരണം ഗാസയിൽ ഇത്ര ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള ഇസ്രായേലിലെ ഒരു രാജ്യം തിരിച്ചടിച്ചു എന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ അകത്ത് ഒരുപാട് ആഹ്ലാദ പ്രകടനങ്ങൾ കാണാൻ പറ്റി. ഒരുപാട് പേർക്ക് അതിൻ്റെ അകത്ത് ദുഃഖം രേഖപ്പെടുന്നതായിട്ട് കാണാൻ പറ്റി. ഇസ്രായേൽ എന്ന് പറയുന്നത് അവർ ഇറാനെ അങ്ങനെ നേരെ ഡയറക്റ്റ് ആക്രമിച്ചൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ അവരിങ്ങനെ ചെയ്തു. അങ്ങനെ പലതരത്തിലുള്ള വികാര പ്രകടനങ്ങളും ആശങ്കയും അല്ലെങ്കിൽ സന്തോഷവും ഒക്കെ തന്നെയായിരുന്നു നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്, അല്ലേ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറാൻ പ്രസിഡന്റായിട്ടുള്ള ഇബ്രാഹിം റൈസിയുടെയും അതോടൊപ്പം ഇറാൻ്റെ സൈനിക തലവനായിട്ടുള്ള മുഹമ്മദ് ബഖേരിയുടെയും ഒക്കെ തന്നെ ഒഫീഷ്യൽ പ്രതികരണം പുറത്തു വന്നിരിക്കുകയാണ്. ഈ ആക്രമണം എന്തായിരുന്നു? 320ഓളം വരുന്ന പ്രൊജക്ടൈൽസ് ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ 98-99% അവിടുത്തെ ഫോഴ്സസ് ഇന്റർസെപ്റ്റ് ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞു. 3-4 മാത്രമാണ് നിലത്ത് പതിച്ചത്. ഒരു ഇസ്രായേലിലെ ഒരു മിലിറ്ററി ബേസിനെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു ആക്രമണം നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ആക്രമണത്തിൽ ആകപ്പാടെ ഉണ്ടായൊരു കാഷ്വാലിറ്റി അഥവാ പരിക്ക് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, അവിടെ മിലിറ്ററി ബേസിന് പുറത്തുണ്ടായിരുന്ന ഒരു കൊച്ചു പെൺകുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള പരിക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിൽ 4 മാത്രമാണ് പതിച്ചത്. ബാക്കി എല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്തു. പക്ഷേ അവിടുത്തെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മാസ് ഡയലോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശത്രുവിനെ ഞങ്ങളൊരു പാഠം പഠിപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിനെതിരായിട്ടുള്ള ഞങ്ങളുടെ ആക്രമണം അവസാനിച്ചു എന്നാണ്. ആ ഒരു ആക്രമണം നടത്തിയിട്ടുള്ള സൈനികരെ ഞങ്ങൾ പ്രശംസിക്കുന്നു. അവിടുത്തെ ആർമി സംഭവമാണ്, കാര്യമാണ്. ശത്രുവിനെ പാഠം പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതിനേക്കാളും നല്ലത് നമ്മളിപ്പോൾ കേരളത്തിൽ ബോംബ് നിർമ്മാണം പിടിക്കപ്പെട്ടല്ലോ, കയ്യൊക്കെ പോയ സംഭവങ്ങളുണ്ടായിരുന്നു. ആ ഒരു നാടൻ ബോംബ് നമ്മുടെ ഗാസയുടെ അതിർത്തിയിൽ പോയിട്ട് ഇസ്രായേലിലേക്ക് എറിയുമായിരുന്നെങ്കിൽ ഇതിനും വലിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായേനെ. ഓക്കെ, ആക്രമണം അങ്ങനെ കുറഞ്ഞു പോയി, അങ്ങനെയല്ല പറയുന്നത്. കാര്യമായിട്ട് പേടിച്ചരണ്ട്, അതായത് ഒരു ഭീരുവിൻ്റെ ഒരു കരച്ചിൽ പോലെയായിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞാൽ തോന്നുന്നത്. അതോടൊപ്പം അവിടുത്തെ സൈനിക തലവനായിട്ടുള്ള മുഹമ്മദ് ബഖേരിയും പറഞ്ഞത്, ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഈ ഒരു ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണം ഇവിടെ അവസാനിച്ചു എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കാം ഇവരിങ്ങനെ പറഞ്ഞത്? തീർച്ചയായിട്ടും പേടി കൊണ്ട് തന്നെ ആയിരിക്കില്ലേ. കാരണം അമേരിക്ക ഡയറക്റ്റ് ഇടപെടുന്നു. അതായത് നമ്മൾ മലയാളത്തിലൊരു ഡയലോഗ് പറയാറുണ്ട്, എൻ്റെ നെഞ്ചത്ത് ചവിട്ടിപ്പോയിട്ടേ അല്ലെങ്കിൽ എന്നെ കൊന്നിട്ട് അവനെ ആക്രമിക്കാൻ പറ്റൂ എന്നുള്ള പോലെ അമേരിക്ക മുന്നിൽ വന്നിരിക്കുകയാണ്. പല ജോർദൻ പോലുള്ള രാജ്യങ്ങൾ, അതോടൊപ്പം UK പ്രസിഡന്റ് ഋഷി സുനക് നമ്മളുടെ ഇന്ത്യൻ വംശജനാണ്. അദ്ദേഹം അടക്കം വളരെ ശക്തമായിട്ടുള്ള നിലപാട് ഇറാനെതിരെ എടുക്കുകയാണ്. ഇറാൻ ഈ ആക്രമണം തുടർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒരുപാട് ലോകരാജ്യങ്ങൾ രംഗത്ത് വരാൻ തുടങ്ങിയാണ്. നമുക്കറിയാം, ഇസ്രായേൽ എന്ന് പറയുന്നത് പണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പും ഇതേ ഹമാസ് ആക്രമിച്ചിട്ടുണ്ട്. അന്ന് പരസ്യമായിട്ട് യുദ്ധപ്രഖ്യാപനവും നടത്തിയിട്ടില്ലായിരുന്നു. ഈ ഒരു 2023 നടത്തിയിട്ടുള്ള ആക്രമണത്തെ തുടർന്നാണ് പരസ്യമായിട്ട് യുദ്ധപ്രഖ്യാപനം നടത്തുകയും പിന്നീട് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, യുദ്ധങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. യുദ്ധങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് പേരുടെ ജീവനാണ് പോകുന്നത്. അവർക്ക് ജീവിതകാലം മൊത്തം അംഗവൈകല്യത്തോടെ ജീവിക്കേണ്ടി വരും.
കാലും കൈ നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ട്. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായിട്ടുള്ള ഒരു തരത്തിൽ നിഷ്കളങ്കത മാത്രമുള്ള എന്തോരം കുഞ്ഞുങ്ങൾ ഈ ഒരു ആക്രമണത്തിൽ ഗാസയെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇതൊന്നും ഒരിക്കലും സംഭവിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഗാസയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ദാരുണമാണ്. അത് നാമാവശേഷമായി പോയി എന്ന് തന്നെ പറയാൻ പറ്റും. അതിങ്ങനെ കമ്പയർ ചെയ്യുന്ന വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണാൻ പറ്റും. പണ്ടത്തെ ഗാസ ഇപ്പോഴത്തെ ഗാസ എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും സങ്കടം തോന്നുന്ന അവസ്ഥ തന്നെയാണ്. ഇതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. കണ്ണീർ നോവായി ഗാസ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. കാരണം ഒരു മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ കണ്ടിരിക്കാൻ പറ്റുന്ന കാഴ്ചയല്ല അത്. ഹമാസിന് അറിയാം. ഹമാസ് അന്ന് 2200 വരുന്ന റോക്കറ്റ് ഒറ്റ രാത്രി വിട്ടപ്പോഴേക്കും അവർക്ക് അറിയത്തില്ലായിരുന്നു ഇസ്രായേൽ തിരിച്ചടിക്കുമെന്ന്. അവർക്കറിയാം. അവർക്ക് വേണ്ടതും ഇത് തന്നെയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട്. അതായത് യുദ്ധങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും ശാന്തി സമാധാനത്തോടെ ജീവിക്കട്ടെ എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയുകയാണ്. ഇറാന്റെ ഈ ഒരു ആക്രമണത്തിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമാണ്. എ ഫേക്ക് പവർ. ഞങ്ങളും ശക്തരാണ്, ഞങ്ങളെ കൊണ്ടും ഇതൊക്കെ പറ്റും, ഞങ്ങളും ആക്രമണം നടത്തി, ഞങ്ങൾ മാസാന്നൊക്കെയുള്ള ഒരു വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആകെപ്പാടെ ഒരു 320 വരുന്ന പ്രൊജക്ടൈൽസ് വിട്ടു, അതിൻ്റെ അകത്ത് 3-4 അവിടെ പതിച്ചു, എന്നിട്ട് പറയുകയാണ് ഞങ്ങളുടെ യുദ്ധം അവസാനിച്ചു, ഞങ്ങൾ ഇനി പണിക്കില്ല, ഞങ്ങൾ കംപ്ലീറ്റ് കാര്യങ്ങൾ നിർത്തി എന്നൊക്കെ പറഞ്ഞ് പോകുന്നതിൻ്റെ അർത്ഥം എന്താണ്? പക്ഷേ എന്തുകൊണ്ടാണ് പൊടുന്നനെ ഈ ഒരു ആക്രമണം നടത്തിയത്? ആക്രമണമായിട്ട് കൂട്ടേണ്ടവർക്ക് കൂട്ടാം. എന്തുകൊണ്ടാണ് നടത്തിയെന്ന് നോക്കുകയാണെങ്കിൽ, അതായത് ഇറാനും ഇസ്രായേലും തമ്മിൽ പ്രത്യക്ഷത്തിൽ യുദ്ധമോ ഡയറക്റ്റ് യുദ്ധമോ കാര്യങ്ങളൊന്നുമില്ല. രണ്ട് അതിർത്തി രാജ്യങ്ങളല്ല, 2000 വരുന്ന വ്യോമദൂരമുണ്ട്. എന്തിന് ഇങ്ങനെ ഒരു നടപടി ഇറാൻ കൈക്കൊണ്ടു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ 1 ഇസ്രായേൽ സിറിയയിൽ ഒരു ആക്രമണം നടത്തിയാണ്. നമുക്കറിയാം സിറിയയിലെ പല ഫോഴ്സസുമായിട്ട് ഇസ്രായേൽ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സിറിയയിൽ നടത്തിയിട്ടുള്ള ഒരു ആക്രമണത്തിൽ അവിടെ തകർന്നിട്ടുണ്ടായിരുന്നത് ഇറാൻ്റെ കോൺസുലേറ്റാണ്. നമ്മൾ എംബസി എന്നൊക്കെ പറയത്തില്ല, അതുപോലെ ഇറാൻ്റെ കോൺസുലേറ്റ് ബിൽഡിങ്ങിലേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അന്നേ ദിവസം ആ ഒരു കോൺസുലേറ്റ് ബിൽഡിങ്ങിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ് ഇസ്രായേൽ ഈ ഒരു വ്യോമാക്രമണം നടത്തുന്നത്. ആരൊക്കെ തമ്മിലാണ് മീറ്റിംഗ് നോക്കുകയാണെങ്കിൽ, ഒന്ന് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന ഗ്രൂപ്പും അതോടൊപ്പം ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഉന്നതരും തമ്മിലായിരുന്നു. ഇതിൽ 16 പേരാണ് കൊല്ലപ്പെടുന്നത്. ഈ 16 പേരിലുണ്ടായിരുന്നത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് റസേ സഹേദിയും സീനിയർ കമാൻഡറായിട്ടുള്ള മുഹമ്മദ് ഹാജി റഹീമും ഒക്കെ ഉണ്ടായിരുന്നു. അടുത്ത ദിവസം ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖാംനെയിയുടെ പ്രതികരണം വരികയാണ്. ഇസ്രായേൽ ചെയ്ത കുറ്റത്തിന് അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളതാണ്. അതായത് ഒരു ഭീഷണി സ്വരമായിരുന്നു അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് കേട്ട പാതി എന്താ, ഇസ്രായേൽ പേടിച്ചരണ്ട് മാറി നിൽക്കുമെന്നൊന്നും വിചാരിക്കേണ്ടല്ലോ. നമുക്കറിയാം ആരെയും പേടിക്കാത്ത ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത ദിവസം ഇസ്രായേൽ പ്രസിഡന്റായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു, അടിക്കടി അതാണ് ഞങ്ങളുടെ ശീലം, ഞങ്ങൾ നോക്കിക്കോളാം എന്നൊരു മറുപടിയായിരുന്നു അദ്ദേഹം കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് തുടർച്ചയായിട്ടുള്ള ഭീഷണികൾ പല ഗ്രൂപ്പുകൾ ഇസ്രായേലിനെതിരെ ഉന്നയിക്കുകയാണ്, ഞങ്ങൾ ആക്രമിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതോടൊപ്പമാണ് ഹോർമൂസ് കടലിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ഇസ്രായേലിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ടെൻഷൻ എസ്കലേറ്റ് ചെയ്യാൻ തുടങ്ങി സംഭവങ്ങൾ. അതായത് ഇറാൻ എങ്ങനെ ഇസ്രായേലിനെ ആക്രമിക്കും, അത് വലിയൊരു ലോക മഹായുദ്ധത്തിലേക്ക് പോവുമോ, ഒരുപാട് മിസൈലുകളും ബോംബുകളും ഇട്ട്, അതായത് ഇസ്രായേൽ ഗാസയിൽ ചെയ്ത പോലുള്ള ആക്രമണമായിരിക്കുമോ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. GCC രാജ്യങ്ങൾ പലതും അവിടെ കൂടെയുള്ള വ്യോമപാതകൾ, ആ ഒരു എയറോപ്ലെയിൻസ് റദ്ദാക്കിയാണ്. കാരണം അറ്റാക്ക് ഏത് തരത്തിലാണ് പോകുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ UAE ദുബായ് പോലുള്ള എയർപോർട്ടിൽ നിന്ന് പല വിമാനങ്ങൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട്, അതായത് നമ്മളൊക്കെ അറിയാം ഇപ്പോൾ അമേരിക്കയിലേക്ക് പോകണമെങ്കിലും ഒക്കെ തന്നെ കണക്റ്റിംഗ് ആയിട്ട് പ്രധാനമായിട്ടും UAE പോലുള്ള രാജ്യങ്ങളാണ് ഉള്ളത്, ആ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത് അല്ലേ. അതുകൊണ്ട് ഇത് ലോകത്തിൻ്റെ തന്നെ ഗതാഗത സംവിധാനത്തെ ബാധിക്കുകയാണ്. അതോടൊപ്പം ഒരുപാട് രാജ്യങ്ങൾ ഭയങ്കരമായിട്ട് പ്രിക്വേഷനായിട്ട് ഇരിക്കുകയാണ്. ഇന്ത്യ അടക്കം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയാണ് രണ്ട് രാജ്യങ്ങളും സമീപനം പാലിക്കുക, ആക്രമണത്തിലേക്ക് പോകരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അങ്ങനെ ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ, അതായത് ഇറാൻ ഇസ്രായേൽ ഒരു അറ്റം ബോംബ് ഇടുമോയെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ഇറാൻ്റെ നനഞ്ഞ പടക്കം, അതായത് ഒരു ഓലപ്പടക്കം അങ്ങോട്ട് ഇടുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കേണ്ട കാര്യം ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇറാൻ്റെ കയ്യിൽ ആക്രമിക്കാനായിട്ട് വലിയ മിസൈലുകളോ വലിയ ആക്രമണമോ നടത്താൻ പറ്റാഞ്ഞിട്ടൊന്നുമല്ല. അവർക്ക് ആക്രമണം പരമാവധി കുറച്ച് തന്നെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ആക്രമണം ചെയ്യണം എന്നവർ കൃത്യമായിട്ട് ഉദ്ദേശമുണ്ടായിരുന്നു. അല്ലെങ്കിൽ ചെറിയ കളിക്കോപ്പ് പോലുള്ള സാധനങ്ങൾ അങ്ങോട്ട് വിടേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കാം ഇവർ ഈ ഒരു ആക്രമണം കുറച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്കറിയാം ഇസ്രായേൽ തിരിച്ചടിക്കുമെന്നറിയാം. തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തോത് വളരെ വലുതായിരിക്കും, ആ പ്രഹരം വലിയ സംഭവമായിരിക്കും എന്നവർക്കറിയാം. അതുകൊണ്ട് ഒരു യുദ്ധസമാനമായിട്ടുള്ള ഒന്നിലേക്ക് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് എന്തിന് ചെറിയൊരു ഓലപ്പടക്കമാണെങ്കിലും അത് എന്തിനിടണം എന്ന് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഒരു ഫേക്ക് ഡെപ്പിക്ഷൻ ഓഫ് പവർ വന്നിട്ടുള്ളത്. ആരെ ബോധിപ്പിക്കാൻ വേണ്ടിയാന്ന് നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഇറാൻ ബാക്കപ്പ് ചെയ്യുന്ന പലതരത്തിലുള്ള ഗ്രൂപ്പുകളുണ്ട്. നിങ്ങൾ ഹെസ്ബുള്ള, ഹൂദീസ്, അങ്ങനെ പലതരത്തിലുള്ള പേരുകൾ കേട്ടിട്ടുണ്ടാകും അല്ലേ. ആ ഗ്രൂപ്പുകളെ പറ്റിയാണ് നമ്മൾ അറിയേണ്ടത്. അതായത് ഞങ്ങൾ ഇവരെയൊക്കെ ബാക്കപ്പ് ചെയ്യുന്നു, അപ്പോൾ ഞങ്ങളെ ആക്രമിച്ച ഒരു രാജ്യത്തെ ചെറുതായിട്ടെങ്കിലും തിരിച്ചടിച്ചില്ലെങ്കിൽ നാണക്കേടല്ലേ എന്നോർത്ത് തന്നെയാണ് ഈ ഒരു ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് പല
ഇന്റർനാഷണൽ പൊളിറ്റിക്കൽ ഒബ്സർവേഴ്സ് അടക്കം പറയുന്നത്. ഇറാൻ നടത്തുന്ന യുദ്ധങ്ങളെ പലപ്പോഴും പ്രോക്സി വാറുകൾ എന്നാണ് പറയുന്നത്. അതായത് മറ്റൊരാളിലൂടെ യുദ്ധം നടത്തുന്നു. അതായത് നമ്മൾ മഹാഭാരതത്തിൽ ശിഖണ്ഡിയെ മുൻനിർത്തി യുദ്ധം നടത്തിയ പോലെ തന്നെ ഇറാൻ യുദ്ധങ്ങൾ നടത്തുന്നു. അപ്പോൾ ആരാണ് ഈ പ്രോക്സീസ്, ഇറാൻ ബാക്കപ്പ് ചെയ്യുന്ന മിലിറ്റന്റ് ഗ്രൂപ്പ്സുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തത് പലസ്തീൻ ബേസ് ചെയ്തുള്ള ഗ്രൂപ്പുകളാണ്. ഹമാസും പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദുമാണ്. ഹമാസ് എന്നുള്ളത് ഒരു സുന്നി ഇസ്ലാമിക് മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ഹമാസിനെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും മറ്റു പല രാജ്യങ്ങളും ഒരു തീവ്രവാദ ഗ്രൂപ്പായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഒരു ടെററിസ്റ്റ് ഗ്രൂപ്പായിട്ടാണ് അവർ കാണുന്നത്. 2007 മുതൽ ഗാസയുടെ കൺട്രോൾ ഹമാസിന്റെ കയ്യിലാണ്. ഗാസ റൂൾ ചെയ്യുന്ന ഹമാസാണ്. ഹമാസ് രൂപീകൃതമാകുന്നത് വർഷം 1987 ഒന്നാം പലസ്തീനിയൻ ഇൻതിഫാദയുടെ ഒരു കാലഘട്ടങ്ങളിലാണ്. ഇവർ സയോണിസത്തെ എതിർക്കുന്നു. അതായത് ജൂയിഷ് പീപ്പിളിൻ്റെ, ജൂതന്മാരുടെ ഭൂമിയാണ് ഇസ്രയേൽ എന്നുള്ള വാദത്തെ തീർത്തും എതിർക്കുന്നതാണ്. പല വർഷങ്ങളായിട്ട് ഹമാസ് എപ്പോഴും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഹമാസ് അറ്റാക്ക് ഓൺ ഇസ്രായേൽ എന്ന് പറയുന്ന വിക്കിപീഡിയ പേജ് ഉണ്ട്. ഒരുപാട് വർഷങ്ങൾ അവർ പലതരത്തിലുള്ള റോക്കറ്റ് ആക്രമണങ്ങൾ, ഷെല്ലാക്രമണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇസ്രായേൽ ഒരുപാട് വർഷങ്ങൾക്കപ്പുറമാണ് ഹമാസിനെതിരെ പരസ്യമായിട്ടൊരു യുദ്ധപ്രഖ്യാപനം ഈ 2023 നടത്തിയിട്ടുണ്ടായിരുന്നത്. പല തിങ്ക് ടാങ്ക് കൗൺസിലിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഹമാസിൽ 40,000-ഓളം വരുന്ന മെമ്പേഴ്സ് ഉണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദാണല്ലേ. ഇതും ഒരു സുന്നി ഇസ്ലാമിക് മിലിറ്റന്റ് ഗ്രൂപ്പാണ്. അമേരിക്ക പറയുന്നത് പ്രകാരം ഗാസയിലും വെസ്റ്റ് ബാങ്കിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഇസ്ലാമിക് ജിഹാദ്, അതായത് പലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്നുള്ളതാണ്. ഇവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ അവിടെ സ്ഥാപിതമാക്കുക എന്നുള്ളതാണ്. വർഷം 1979 മുതലാണ് ഇവർ പ്രവർത്തനം ആരംഭിക്കുന്നത് അഥവാ രൂപീകൃതമാകുന്നത്. മുസ്ലിം ബ്രദർഹുഡ് ഇൻ ഈജിപ്റ്റ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ശിഖരങ്ങളായിട്ടാണ് ഈ ഒരു സംഘടന രൂപീകൃതമായിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ മിലിറ്ററി വിങ് ആണ് അൽ ഖുദ്സ് ബ്രിഗേഡ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ ടോട്ടൽ മെമ്പർഷിപ്പ് ഏകദേശം 15,000-ഓളം വരുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2 ഹെസ്ബുള്ളയാണ്. ഹെസ്ബുള്ളയുടെ അർത്ഥം ദൈവത്തിന്റെ പാർട്ടി എന്നൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ് വരുന്നത്. എന്തായാലും ഹെസ്ബുള്ളയ്ക്ക് ജന്മം കൊടുക്കുന്നത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡാണ് വർഷം 1982. അതേ വർഷം തന്നെ ഇസ്രായേലിൽ ലെബനണിൽ നടത്തിയിട്ടുള്ള ഒരു അധിനിവേശത്തിനെതിരെ, ഒരു ആക്രമണത്തിനെതിരെ പ്രതികരിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഈ ഒരു സംഘടനയ്ക്ക് ജന്മം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഹെസ്ബുള്ളയ്ക്ക് ഏകദേശം 45,000-ഓളം വരുന്ന മെമ്പേഴ്സ് ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. വർഷം 2006 ഹെസ്ബുള്ള ആദ്യമായിട്ട് ഇസ്രായേലിനെതിരെ ഒരു യുദ്ധം നടത്തുന്നു. 1 മാസത്തോളം ആ ഒരു യുദ്ധം നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പല ഘട്ടങ്ങളിലായിട്ട് ഇത്രയും നാൾ, ഈ 2024 വരെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അതിർത്തി പ്രദേശത്തൊക്കെ വളരെയേറെ യുദ്ധങ്ങൾ എപ്പോഴും നമുക്ക് റിപ്പോർട്ട് ചെയ്ത് കാണാം. ഈ ഒരു ഇസ്രായേൽ പലസ്തീൻ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹെസ്ബുള്ള കാര്യമായിട്ട് അതിൻ്റെ അകത്ത് ഇടപെട്ടിട്ടുണ്ടായിരുന്നു. ഇസ്രായേൽ ഒരു ഭാഗത്ത് ഗാസ ഹമാസിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ ഇസ്രായേൽ മറുഭാഗത്ത് ലെബനണിലുള്ള ഈ ഒരു ഹെസ്ബുള്ളക്കെതിരെയുമായിരുന്നു യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നത്. 3 ഹൂതികളാണ്. ഒരു ദശാബ്ദമായിട്ട് യമനിൽ ആഭ്യന്തര യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന മിലിറ്റന്റ് ഗ്രൂപ്പാണ് ഹൂതികൾ എന്നുള്ളത്. 2014 യമന്റെ തലസ്ഥാനമായിട്ടുള്ള സനയുടെ അധികാരം ഹൂതികൾ പിടിച്ചെടുക്കുകയാണ്. അതോടെ സൗദി UAE സഖ്യം ഇടപെടുകയാണ്. സൗദി UAE സഖ്യം ഇടപെട്ട് ഈ പണി പറ്റത്തില്ല എന്നും പറഞ്ഞിട്ട് ഇവരെ ഫോഴ്സ്ഫുള്ളി അവിടുന്ന് റിമൂവ് ചെയ്യുകയാണ് ഉണ്ടായത്. വടക്കൻ യമന്റെ പല ഭാഗങ്ങളും ഹൂതികളുടെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഇപ്പോഴുള്ളതെങ്കിലും ആ രാജ്യത്തുടനീളം പല പ്രദേശങ്ങളിലും ഹൂതികളുടെ സാന്നിധ്യം കാണാൻ സാധിക്കും. 30,000-ഓളം വരുന്ന മെമ്പേഴ്സുള്ള ഇവർ ഒക്ടോബർ 7 ശേഷം, അതായത് ഈ ഒരു ഇസ്രായേൽ ഹമാസ് ആക്രമണം ഉണ്ടായ ശേഷം ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള ഇടപെടലുകൾ, അതായത് ഒരുപാട് തലവേദന ഉണ്ടാക്കുന്ന ഇടപെടലുകൾ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. മിഡിൽ ഈസ്റ്റിൽ വലിയ തലവേദന ഇത് സൃഷ്ടിക്കുകയാണ്. കാരണം ചെങ്കടലിലൂടെ പോകുന്ന ഒരുപാട് ചരക്ക് കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ച് പിടിച്ചെടുക്കാനുണ്ടായത്. കഴിഞ്ഞ മാർച്ച് മാസത്തിലാണ് നമ്മളൊരു വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നത്. ആ വാർത്ത കണ്ട് നമ്മൾ ഇന്ത്യക്കാർ വളരെയേറെ അഭിമാനം കൊള്ളുകയും ചെയ്തു അല്ലേ. മറ്റൊന്നുമല്ല, ഗൾഫ് ഓഫ് ഏദനിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു വലിയ ചരക്ക് കപ്പലിലേക്ക് ഹൂതികൾ മിസൈൽ ആക്രമണം നടത്തുകയാണ്. മിസൈൽ ആക്രമണത്തിൽ 3 പേര് കൊല്ലപ്പെട്ടു. അതോടൊപ്പം ഇവർ ആ കപ്പലിൽ ബാക്കിയുണ്ടായിരുന്ന 21 പേരെ തടങ്കലിലാക്കിയാണ്. ഹൂതികളെ തുരത്തി ഈ 21 പേരെ രക്ഷിച്ചത് ആരാണെന്നറിയാമോ? മറ്റാരുമല്ല, നമ്മളുടെ സ്വന്തം ഇന്ത്യൻ നേവിയാണ്. ഇന്ത്യൻ നേവി ആ ഒരു പ്രദേശത്തേക്ക് ഉടനടി എത്തുകയും ഹൂതികളെ തുരത്തിയിട്ട് ഈ 21 പേരെയും സുരക്ഷിതമായിട്ട് മോചിപ്പിച്ച് കൊണ്ടുവരികയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തുകൊണ്ടാണ് ഒക്ടോബർ 7 ശേഷം ഹൂതികൾ വ്യാപകമായിട്ട് ഈ കപ്പലുകളെ ലക്ഷ്യം വെച്ച് ആക്രമണം നടത്തുന്നത്? അതിനു മുമ്പ് അത്രത്തോളം ആക്രമണമൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അതിൻ്റെ കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നുമല്ല, പ്രതിഷേധമാണ്. ഇസ്രായേൽ ഗാസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തോടുള്ള ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ ഈ മാർഗത്തിലൂടെയാണെന്നാണ് ഹൂതികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതുകൂടാതെ സിറിയയിലും ഇറാഖിലുമുള്ള ഒരുപാട് മിലിറ്റൻസിനെയും ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇറാഖും ലെബനനും തമ്മിലുള്ള ആ ഒരു പ്രോക്സി, ഇതൊക്കെ എല്ലാം പ്രോക്സികളാണ് ഈ ഒരു ഗ്രൂപ്പുകൾ. അപ്പോൾ ഇവരുടെ ഒരു മൂവ്മെൻറ്റിന് പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ഒന്നാണ് സിറിയ എന്നുള്ളത്. സിറിയ പലപ്പോഴും പല ആക്രമണങ്ങൾക്കും സപ്പോർട്ട് ചെയ്യാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സപ്പോർട്ട് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഡയറക്റ്റായിട്ട് മുമ്പിൽ വന്ന് അങ്ങനെ കളിക്കാറില്ല. ഈ പ്രോക്സി ത്രൂ ആണ് ഇറാൻ്റെ യുദ്ധം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനെ പ്രോക്സി വാർസ് എന്നാണ് പറയുന്നത്. ഈ 3 ഗ്രൂപ്പുകളാണ് പ്രധാനപ്പെട്ട ഗ്രൂപ്പുകൾ. അതോടൊപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സിറിയയിലും ഇറാഖിലുമുള്ള ഒരുപാട് മിലിറ്റൻസിനെയും മറ്റ് ചെറിയ മിലിറ്റന്റ് ഗ്രൂപ്പുകളെയും ഒക്കെ തന്നെ ഇറാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഇതിവിടെ കൊണ്ട് അവസാനിക്കട്ടെ. ഇത് വലിയ
കാഷ്വാലിറ്റീസിലേക്ക് പോയില്ല. വലിയ കാഷ്വാലിറ്റീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, വലിയൊരു ആക്രമണമാണെങ്കിൽ നമുക്കറിയാം ഇസ്രായേൽ തിരിച്ചടിക്കും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. അമേരിക്ക ഇടപെടുന്നു, റഷ്യ ഇടപെടുന്നു, അങ്ങനെ പിന്നെ ഒരുപാട് രാജ്യങ്ങളൊക്കെ ഇടപെട്ട് ആകെ വിഷയമായേനെ. നമ്മുടെ എല്ലാവരുടെയും ജീവൻ, നമ്മളിവിടെ സേഫാണെന്ന് വിചാരിക്കുമെങ്കിൽ പോലും ഇൻഡയറക്റ്റായിട്ട് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തെയും ബാധിക്കും. അതോടൊപ്പം യുദ്ധങ്ങൾ വേണ്ടല്ലോ, വീണ്ടും ഒരുപാട് ആൾക്കാർ മരിച്ചു വീഴും. ഇസ്രായേലിലും ഇറാനിലും ഒക്കെയുള്ളൂ നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളടക്കം മരിച്ചു വീഴും. അതൊന്നും വേണ്ട, അത് ആ യുദ്ധം അവിടെ അതുകൊണ്ട് അവസാനിക്കട്ടെ. അപ്പോൾ അങ്ങനെ അവസാനിച്ച് പോയ പോലെ തന്നെയാണ് നമുക്ക് തോന്നുന്നത്. ഇറാൻ പറഞ്ഞല്ലോ, ഇറാൻ്റെ തന്നെ പ്രസിഡന്റ് പറഞ്ഞല്ലോ, ഞങ്ങൾ അവസാനിച്ചു, ഞങ്ങളുടെ യുദ്ധം അവസാനിച്ചു, ഞങ്ങളതിൽ നിന്ന് വലിഞ്ഞു, എൻ്റെ പൊന്നുമക്കളെ ഞങ്ങളൊന്നിനുമില്ല എന്നും പറഞ്ഞവർ പിന്നീട് അങ്ങോട്ട് മാറുന്നതായിട്ടാണ് കാണാൻ പറ്റുന്നത്. മറ്റേ കമാൻഡർ പറഞ്ഞത് ഞങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള ഇസ്രായേലിനെതിരായിട്ടുള്ള യുദ്ധം അവസാനിച്ചു. രണ്ടുപേരും അവരുടെ നയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇത് ചെയ്തിട്ടുള്ളത് ചെയ്യുവാണെങ്കിൽ ഇത് ശക്തമായിട്ട് ചെയ്യാമായിരുന്നു, പക്ഷേ ശക്തി ചെയ്തില്ല, പേടിയായിരിക്കാം. എന്തിന് ചെയ്തു എന്ന് ചോദിച്ചാൽ ഈ സപ്പോർട്ടിങ് പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ ഉണ്ടല്ലോ, അവരുടെ മുമ്പിൽ കാണിക്കണ്ടേ, ഞങ്ങളെ കൊണ്ട് പറ്റും കേട്ടോ, ഞങ്ങൾ പവർഫുള്ളാണ്, അല്ലെങ്കിൽ വല്ല വിലയും കൊടുക്കുമോ ഈ ഗ്രൂപ്പുകളൊക്കെ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിന്? ഇല്ല. അതൊക്കെ കൊണ്ടായിരിക്കാം ഒരു പവർ ഫേക്കായിട്ട് ഡെപ്പിക്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും അത് അങ്ങനെ കെട്ടൊടുങ്ങി പോട്ടെ, ആർക്കും ഒരു ഗുരുതരമായിട്ടുള്ള പരിക്കുകളോ കാര്യങ്ങളോ സംഭവിക്കാതെ വലിയൊരു യുദ്ധങ്ങളിലേക്ക് പോകാതിരിക്കട്ടെ, അത്ര തന്നെ പറയാനുള്ളൂ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ വാടപ്പള്ളി സൈനിങ് ഔട്ട്.